നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മാഡം. ഉറപ്പായിട്ട് ഇൻസ്പെക്ടർ നിങ്ങളുടെ അനുജനെ എന്റെ മുമ്പിൽ എത്തിക്കും. നോക്ക് പോലീസ് മാമ, ആ ACP ചേച്ചി പേടിപ്പിച്ചിട്ടും പേടിച്ചില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉടനെ കൊണ്ടുവിടും. നോക്കിക്കോ, ഇത്രയും കാലം എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതെല്ലാം നടന്നു. ഇപ്പൊ ശരിയായ ആൺകുട്ടി വന്നു, അതുകൊണ്ടായി പ്രശ്നമൊക്കെ. ഇന്ററോഗേഷനില് അവൻ ചെയ്യുന്ന ടോർച്ചറില് നമ്മുടെ ചെക്കൻ അടി താങ്ങാൻ പറ്റാതെ എല്ലാം അവന്റെ വായത് വീണാലുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും സോറി മാഡം. അവരെന്ത് പറഞ്ഞാലും FIR വെച്ച് നോക്കുമ്പോൾ അവസാനം എൻ്റെ അടുത്ത് തന്നെ വരും. അത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് മാറ്റിക്കളയാം. നമുക്ക് അനുകൂലമായിട്ട്. ട്രസ്റ്റ് മീ. ആദ്യം തരുന്ന കാശിന് ജോലി ചെയ്യ്. അവൻ നിങ്ങളെക്കാളും 2 ഡിഗ്രി കൂടുതൽ എടുത്തിട്ടുണ്ട്. അല്ല, നമ്മുടെ ചെക്കനെ അവൻ തന്നെ പിടിച്ചോണ്ട് പോയെന്നുള്ളതിന് എന്താ തെളിവ്? സൈലന്റ് ആയിട്ട് ചോദ്യം ചെയ്യല് അടിച്ചങ്ങ് കൊന്നാലോ? SP അവമാനിച്ചത് ഞാനങ്ങ് വിട്ടു. എന്നെ ഇൻസൾട്ട് ചെയ്തതും ഞാനങ്ങ് ക്ഷമിച്ചു. പക്ഷേ എന്റെ അനിയൻ മരിക്കുമെന്ന് നിന്റെ ഈ നാവ് കൊണ്ട് പറഞ്ഞില്ലേ, അത് ഞാൻ ക്ഷമിക്കില്ലടാ ഒരിക്കലും. അതെ മാഡം, ബോസ് സാർ എനിക്ക് തന്ന ധൈര്യം കൊണ്ട് മാത്രമാ ഞാൻ സമരം വേണ്ടാന്ന് വെച്ചത്. എന്നോട് ക്ഷമിക്കുമോളെ. കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തോ ഈ ജന്മത്തിൽ ഇങ്ങനൊരു ജന്മം തന്ന ദൈവം. ശരി, ആദ്യം ഡോക്ടറെ അടുത്ത് പോവാം. നിന്റെ കുടുംബത്തിൽ നടന്ന അനീതിക്ക് എനിക്കും പങ്കുണ്ട് മോളെ. അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ ശിക്ഷ. വേണ്ട, ഞാൻ ചാവുന്നതിന് മുന്നേ എനിക്ക് നിന്നോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട് മോളെ. ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ കുടുംബത്തെ ഇല്ലാണ്ടാക്കി കളഞ്ഞു ആ ദുഷ്ടന്മാരെ. എന്നോട് ക്ഷമിക്കണം നീ. എല്ലാം നീ മനസ്സിലാക്കിയല്ലേ? എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ആളുകളെ തല്ലുന്നേ? ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. ഇത് രത്നപ്രഭയാ. നിന്റെ ഒരു പേരും അധികാരഭാവവും. ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? എന്റെ കുടുംബത്തെ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? എനിക്ക് കുടുംബം എന്ന് പറഞ്ഞ ഒന്ന് ഇല്ലാതായി പോയില്ലേ? നിന്റെ അനിയനെയോ നിന്നെയോ ഞാൻ ആരെ വെറുതെ വിടില്ല. പാടി
എന്റെ മേലെ കത്തി വെക്കാനും മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? എന്റെ അനിയനെ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർക്കും. എന്റെ കുടുംബത്തെ മുഴുവനും ഇല്ലാതാക്കിയില്ലേ നീ? നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. കൊല്ലും ഞാൻ. ചേട്ടാ, ഏട്ടത്തിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് അവളുടെ ജീവൻ തിരിച്ചു കിട്ടി. ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിന്റെ സഹായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വരരുത്, പ്ലീസ്. അതല്ല ചേട്ടാ. ഇല്ലടാ, അമ്മയ്ക്കും ഞങ്ങളുടെ അനിയത്തിമാർക്കും എന്താ സംഭവിച്ചെന്ന് ഇതുവരെ ഒരു അറിവില്ല. അറ്റ്ലീസ്റ്റ് എന്നെ എന്റെ ഭാര്യയെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ വിടും. എന്താ നാഗരാജ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർക്ക് തീർച്ചയായും ശിക്ഷ കിട്ടും. ഇല്ല മാഡം, അവൾ ഓക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും. നിങ്ങൾക്ക് വല്ല ഭ്രാന്തം ഉണ്ടോ? ഫൈസ് ഓൾറെഡി ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാ ഉള്ളത്. ബോസ് സാർ എങ്ങനെ അവന്റെ വായിന്ന് സത്യം വരുത്തിക്കും? അതൊന്നും നടക്കില്ല മാഡം. നിങ്ങൾ കാരണമാ അവള് കത്തിയും കയ്യിലെടുത്ത് അവരെ വെട്ടാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഞാൻ കൃത്യസമയത്ത് എത്തിയോണ്ട് അവൾ എപ്പോഴും ജീവനോടെ ഉള്ളത്. ഇല്ലെങ്കിൽ എന്താണ് നടന്നിട്ടുണ്ടാവുക? നാഗരാജ്, ഞാൻ പറയുന്നത് കേക്ക്. മതി, ഈ കേസ് ഞാൻ പിൻവലിക്കാൻ പോവാ. അവളുടെ ബോധം തിരിച്ചു വന്ന ഉടനെ ഈ കേസ് ഞങ്ങൾ പിൻവലിച്ചോളാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ തലയിടരുത്, പ്ലീസ്. ചേട്ടാ, നാഗരാജ് അവിടെ നിൽക്ക്. അല്ല, ഇയാൾക്ക് എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? കരയില്ലേ ദുർഗ? ഇത് ചെറിയൊരു മുറിവല്ലേ, അത് വേഗം മാറിക്കോളും. ഇങ്ങനെ കരയില്ലേ? കരയുന്നതിന്റെ കാരണം എന്റെ തലയിൽ കൊണ്ടാടി കൊണ്ടല്ല, എന്റെ മനസ്സിനേറ്റ മുറിവ് കൊണ്ടാ. ഞാൻ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നെന്ന് തോന്നിപ്പോകുവാ. എന്തു പറ്റി? ഞാൻ ശത്രുക്കളെയാണോ നേരിട്ടുകൊണ്ടിരിക്കുന്നേ, അതോ കൂടെയുള്ളവരെയാണോ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദുർഗ, എന്താ സംഭവിച്ചെന്ന് പറ. നാഗരാജ് ഇങ്ങനെയൊക്കെ ചെയ്തെന്നോ? സ്വന്തം ഭർത്താവ് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ.
പറ്റിയ ആ? വരൂ സാർ. ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് മനസ്സിലായി. അതെനിക്കറിയാം. നാഗരാജ് എവിടെ? ഇവിടെ ഇല്ല സാർ, ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ. ഏയ്, ആരെങ്ങനെ ചെയ്ത്? നാഗരാജ സാർ. നിങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇൻട്രോഗേഷനിൽ അവൻ ചെയ്ത തെറ്റെല്ലാം സമ്മതിച്ചു തന്നു. നാളെ കോടതിയിൽ അവർക്കെല്ലാവർക്കും വേണ്ട ശിക്ഷ ലഭിച്ചിരിക്കും. ഞാൻ ആർക്കു വേണ്ടി ഇപ്പൊ ജയിക്കണ്ടേ? എന്തിനാ ജീവനോടെ ഇരിക്കുന്നേ? നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ അനുഭവം മറ്റൊരു കുടുംബത്തിനുണ്ടാവരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തേ പറ്റൂ. ഐ പ്രോമിസ് യു. ഈ കേസിൽ എത്ര വലിയ ആളായിരുന്നാലും ശരി, ഒറ്റ ഒരുത്തം പോലും രക്ഷപ്പെടില്ല. എന്നെ വിശ്വസിക്കേ.